റീനീറ്റ് നടത്തുവോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻസും കൺഫ്യൂഷൻസും ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി രണ്ടാമതൊരു എക്സാം നടത്താനുള്ള പോസിബിലിറ്റീസ്, അതിന്റെ സാധ്യതകൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. ആൻഡ് നടത്താനുള്ള ഇതിന്റെ കാര്യങ്ങൾ നമുക്കറിയില്ല അതെന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളൊരു കാര്യം. പക്ഷെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പോഴാണ് ഒരു എക്സാം രണ്ടാമത് നടത്തേണ്ടി വരിക എന്നുള്ളതാണ്. അതായത് എക്സാം നടത്തിക്കഴിഞ്ഞ് അതിന്റെ ഈ കംപ്ലീറ്റ്, അതായത് എക്സാം ആൻസർ കീ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വരെയുള്ള പ്രോസസ്സുകൾ, പല ഘട്ടങ്ങളുണ്ടല്ലോ എക്സാം നടത്താൻ വേണ്ടിയിട്ട്. ആദ്യം അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യണം, അത് പ്രിന്റ് ചെയ്യണം, അത് ട്രാൻസ്പോർട്ട് ചെയ്യണം, അതത് എക്സാം സെന്ററുകളിൽ എത്തിക്കണം, എക്സാം നടത്തണം, അതിന്റെ ആൻസർ കീ തിരിച്ച് കളക്ട് ചെയ്യണം, അത് പിന്നെ കൊണ്ടുപോകണം, ആൻസർ പ്രോസസ്സ് ചെയ്യണം, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണം, പബ്ലിഷ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് ഈ എക്സാമിന്റെ അനൗൺസ്മെന്റ് മുതൽ റിസൾട്ട് വരെയുള്ള കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതിൽ ഈ എക്സാം നടത്തി കഴിയുന്ന പോയിന്റ് വരെയുള്ള സമയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കള്ളക്കളികൾ, പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം, കള്ളക്കളി തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും മതിയല്ലോ. അതായത് ബേസിക്കലി ഇപ്പോൾ ഇങ്ങനെ പറയാണ്, എക്സാം നടത്തുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ തെരഞ്ഞെടുത്ത രീതി ശരിയായില്ല, അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനമായാലും മതി. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഈ റീ എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പറ്റുക. ഇന്ത്യയിൽ ഈ റീ എക്സാമിനേഷൻ നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ഒരേ ഒരു ഏജൻസിയേ ഉള്ളൂ, അത് NTA തന്നെയാണ്. NTA ആണ് തീരുമാനിക്കുക വെദർ ടു ഡൂ ദ റീ എക്സാമിനേഷൻ ഓർ നോട്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ NTA ഡിസൈഡ് ചെയ്യണം. അതല്ലെങ്കിൽ NTA ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരാൾ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ഡിസൈഡ് ചെയ്യണം, അതായത് ഒന്നുകൂടി എക്സാം നടത്തണം എന്നുള്ള കാര്യം. അപ്പോൾ അവരിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന പോസിബിലിറ്റി ഉള്ള സാധനം എക്സാം നടത്തിപ്പിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാം നടത്തിപ്പിനെ പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം സെന്ററിൽ എത്തുന്നതിന് മുന്നേ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിന് പല തെളിവുകൾ എന്ന് പറയുന്ന രൂപത്തിലുള്ള പല പല സാധനങ്ങളും പല ആളുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ സാധനങ്ങളൊക്കെ വാട്സാപ്പ് മെസ്സേജുകളാണ്. നമ്മൾ പലതരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, മെയ് 4 ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മളിപ്പോൾ എൻ്റെ ഫോൺ മാറ്റി എൻ്റെ ഫോണിൽ, പിന്നെ ഞാനിങ്ങനെ ഫോൺ എടുത്ത് എൻ്റെ ഫോണിന്റെ ഡേറ്റ് മെയ് 4 ആക്കിയിട്ട് ആ സമയത്ത് ഏതെങ്കിലും ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഞാൻ കണ്ടു 12,000 ആളുകളുള്ള ഒരു ഗ്രൂപ്പാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. നിങ്ങൾ ജസ്റ്റ് ആലോചിക്കേണ്ട കാര്യമാണ്. അഥവാ ഒരാൾ ആത്മാർത്ഥമായിട്ട്, ഇപ്പോൾ ഞാനാണെന്ന് വിചാരിക്കും, ഞാൻ ആ കള്ളൻ എന്ന് വിചാരിച്ച് നോക്കുക, എന്നെ നിങ്ങൾ കള്ളനാക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളാണെന്ന് വിചാരിച്ച് നോക്കുക, നിങ്ങൾ NTA വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. ഈ സാമ്പിൾ പുറത്ത് കൊടുത്തിട്ട് നല്ല പൈസ ഉണ്ടാക്കാം. ബേസിക്കലി മണിയാണ് ഇതിന്റെ മോട്ടീവ് ഈ പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുവാണെങ്കിൽ നിങ്ങളത് മാക്സിമം രഹസ്യമായിട്ട് ചെയ്യോ, അതോ ഇതുപോലെ ഒരു 12,000 ആളുകളൊക്കെയുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടുകയാണോ ചെയ്യുക? ബേസിക്കലി മനസ്സിലാവും, നമ്മളത് രഹസ്യമായിട്ടേ ചെയ്യുള്ളൂ. നമുക്ക് പൈസ തരുന്ന ആൾക്കാർക്ക് പേഴ്സണലി നമ്മൾ കാര്യങ്ങൾ കൊടുക്കും. ഇനി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് വെക്കും, നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കും. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനൊക്കെ അതിന് മാത്രം ബുദ്ധിയില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ അതിന് മാത്രം മണ്ടത്തരം കാണിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയില്ല എന്നുള്ളതാണ്. സോ ഇത് അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡയറക്റ്റ്ലി അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ അയച്ചതിന്റെ സ്ക്രീൻഷോട്ട്, ഇത് എളുപ്പമാണ്. കാരണം എക്സാം കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിട്ട് ഗ്രൂപ്പിന്റെ നെയിമോ ഡേറ്റോ സാധനങ്ങളോ മാറ്റിയാൽ മതി. ഇത് പോസിബിൾ ആണ്. എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ പൊതുവിൽ ആൾക്കാർ തെളിവുകൾ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനങ്ങൾ. പക്ഷെ ഇതിനപ്പുറം നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബീഹാറിലാണെന്ന് തോന്നുന്നു, എക്സാക്ട്ലി അല്ല, അവിടെ എക്സാമിന്റെ ഡേയിൽ എക്സാമിൽ ആൾമാറാട്ടം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5-6 പേരെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അതിനെതിരെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ അലിഗേഷൻസിന്റെ കാരണത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അലിഗേഷൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായിട്ട് സംശയങ്ങളുണ്ട്, ദുരൂഹതകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോടതിക്ക് തോന്നുകയാണ് ശരിക്കും ദുരൂഹതകളൊക്കെ സത്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകൾ കൊണ്ടോ വോയിസ് മെസ്സേജ് കൊണ്ടോ കോടതി പോയി കഴിഞ്ഞാൽ കോടതി നമ്മളെ പുച്ഛിച്ചു വിടും, ഉറപ്പായിട്ടും ഇടുന്നുണ്ടാവും. പക്ഷെ കോടതിക്ക് തോന്നുകയാണ് യെസ്, ഇതൊരു ദുരൂഹതയുള്ള സാധനം തന്നെ ആണ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഏജൻസിനെ, either പോലീസിനെയും കൊണ്ടോ അല്ലെങ്കിൽ CBIയോ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഏജൻസിനെയും കൊണ്ട് ഇത് അന്വേഷിപ്പിക്കുകയാണ്. അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന എക്സാം കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ള സമയത്ത് എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓൺലി വൺ ഓപ്ഷൻ റീ എക്സാമിനേഷനിലേക്ക് പോകുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാം നടത്തിപ്പ് ഇൻജസ്റ്റിസ് ആണ് എന്നുള്ള കാര്യം തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ എക്സാം നടത്തി കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന സാധനം എക്സാം കഴിഞ്ഞ് റിസൾട്ട് പ്രോസസ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതിന് നമുക്ക് റീ എക്സാമിനേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ആ എക്സാം കഴിയുന്നത് മുതലുള്ള പ്രോസസ്സ് വീണ്ടും നടത്തിയാൽ മതിയാവും എന്നുള്ളതാണ്. സോ ബേസിക്കലി ഫിംഗേഴ്സ് ക്രോസ്ഡ്. എനിക്കും അറിയില്ല ഇത് നീറ്റിലേക്കാണോ വേണ്ടി പോകുന്നത്, വാല്യുവേഷനിലേക്കാണോ പോകുന്നത്, അതോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാം. NTA എല്ലാ കാര്യത്തിലും പ്രിപ്പയർഡ് ആണ്. നമ്മൾ വാദിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളിലൊക്കെ NTA വളരെ ശക്തമായിട്ട് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. രണ്ടാമത്തെ ഓപ്ഷൻ റീവാലുവേറ്റ് ചെയ്ത് കിട്ടുക. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നടക്കേണ്ട ഓപ്ഷൻ എന്നല്ല പറയാം, ഒരു പ്രാവശ്യം കൂടി ഈ എക്സാം കംപ്ലീഷൻ മുതൽ എക്സാമിന്റെ ആൻസറിങ് അല്ലെ റിസൾട്ട് ചെക്കിംഗ് മുതലുള്ള കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി ചെയ്യാന്നുള്ളതാണ്.
പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ അന്വേഷണം നടത്തി കഴിഞ്ഞിട്ട് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഏതെങ്കിലും തരത്തിൽ കോടതിക്കോ NTA ക്കോ ബോധ്യമായി കഴിഞ്ഞാൽ പിന്നത്തെ ഓപ്ഷൻ റീനീറ്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ റീനീറ്റ് നടക്കണമെങ്കിലുള്ള പോസിബിലിറ്റീസ് ഇതാണ്. എക്സാം നടത്തി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മാൽപ്രാക്ടീസുകളോ കള്ളത്തരങ്ങളോ എന്തെങ്കിലും നടന്നതായിട്ട് പ്രൂവ് ചെയ്യപ്പെടണം. അത് നമ്മൾ പ്രൂഫ് അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അത് നമ്മൾ വെറുതെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോഴല്ല, അത് അതിൻ്റെതായ ഏജൻസി നോക്കിയിട്ട് ഇതിങ്ങനെ കള്ളത്തരം നടന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വരണം എന്നുള്ളതാണ്. ഞാൻ അറിയുന്നത് ഇന്ന് വൈകുന്നേരം തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ എന്താ പറയുക, പത്രസമ്മേളനം നടക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം അവർ പറയുന്നുണ്ടാവും. ഇനി അത് നിങ്ങളാരെയും ഉപദ്രവിക്കാനോ വേറെ കാര്യങ്ങൾക്കോ ഒന്നുമല്ല. പക്ഷേ ഇത് ഡെഫിനിറ്റ്ലി ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാനിപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 2 മണി സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കാലിക്കറ്റ് ബീച്ചിൽ എല്ലാ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളും സാറുമാരും വിദ്യാർത്ഥികളും ബാക്കി ആളുകളും എല്ലാവരും ഒന്ന് ഗ്യാദർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാതറിങ്ങിൽ നമ്മളൊരു ആക്ഷൻ കൗൺസിൽ രൂപവൽക്കരിക്കുന്നുണ്ട്. ഇതിന് എന്താണെങ്കിലും ഇതിന് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളും ഒരു കേസ് കൃത്യമായിട്ട് തന്നെ ഫയൽ ചെയ്യുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇത് ഇങ്ങനെ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ദെർ വിൽ ബി ഒരു രണ്ടാമതൊരു എക്സാം ഉണ്ടാവും. അതായത് എക്സാം നടത്തിപ്പ് വരെ എന്തെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനയും ഞാൻ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണ്, സാർ എന്ത് വിചാരിക്കുന്നു, സാറിന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന എക്സാം നടത്തിപ്പ് വരെ ഒരു പ്രശ്നം ഉണ്ടാവരുതേ എന്നുള്ളത് തന്നെയാണ്. കാരണം എക്സാം നടത്തിപ്പ് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ എക്സാം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇനിയിപ്പോൾ എക്സാം നടത്തിപ്പിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെന്റ്സ് മൊത്തം വീണ്ടും ചെയ്യണം. അതായത് ആപ്ലിക്കേഷൻ, റോൾ നമ്പർ മുതൽ, ചിലപ്പോൾ ആപ്ലിക്കേഷനൊക്കെ നിലനിർത്താൻ മതിയാവും. പക്ഷേ അവിടെ മുതലുള്ള കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പർ മേക്കിംഗ്, അതിന് ട്രാൻസ്പോർട്ടേഷൻ, എക്സാം സെന്റർ അറേഞ്ച്മെന്റ് മുതൽ വലിയൊരു ലോസ് രാജ്യത്തിന് സംഭവിക്കും. വലിയൊരു കോടികളുടെ ലോസ് രാജ്യത്തിന് സംഭവിക്കും. ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ ചെയ്തുകൊണ്ടാണ്, പക്ഷെ വലിയ ലോസ് സംഭവിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ വീണ്ടും 1 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ ഗ്യാപ്പിൽ വീണ്ടും ഒരു എക്സാം കൂടി എഴുതേണ്ടി വരും. ഇനി ഈ സ്ട്രെസ്സും പ്രഷറും സാധനങ്ങളും കൂടി ഏറ്റെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം അറിയാം. വിത്ത് യു ആസ്പിരൻസ് നിങ്ങളുടെ കൂടെയാണ് ഉണ്ടാവുക. എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഒരു സീറ്റ് കിട്ടുന്നവരെ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെ പറയാണ്. എന്തിനാണെങ്കിലും വാട്ട് എവർ ദ തിങ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഞാനും ജീവിച്ചിരിക്കുന്നത്, ഞാനും ഒരു ആസ്പിരന്റിന്റെ ജീവിതം ജീവിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണ്. സോ വി വിൽ ബി ദെയർ വിത്ത് യു പീപ്പിൾ ടിൽ ദ എൻഡ്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇന്ന് നാളെയും മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു തീരുമാനമാവും എന്ന് വിചാരിക്കാം. നമ്മൾ എന്തായാലും നമ്മളെ കേസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. ഇന്ന് വൈകുന്നേരം കാലിക്കറ്റിൽ ഗ്യാതറിംഗ് ഉണ്ട്. ഗ്യാതറിംഗിൽ വെച്ചിട്ട് നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി പറ്റുമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ നിൽക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഡു ദിസ് തിങ്. ഞാൻ ഈ വീഡിയോ ഡയറക്റ്റ്ലി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ വിചാരിക്കുന്നു. ഉടനെ തന്നെ നമുക്ക് നേരിട്ട് കാണാം. ബാക്കി കമന്റ്സിൽ നിങ്ങളുടെ റെസ്പോൺസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്.